നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ തങ്ങളുടെ ഭരണകാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥിയായി നമ്മളോടൊപ്പമുള്ളത് തൃശൂർ ജില്ലയിലെ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. തൃശൂർ ജില്ലയിലെ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ വിശേഷങ്ങളിലേക്കും വികസന പ്രവർത്തനങ്ങളിലേക്കുമാണ് നമ്മൾ കടക്കുന്നത്. പ്രധാനമായും കാർഷിക മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്. ഒപ്പം തന്നെ വിദ്യാഭ്യാസം, ആരോഗ്യം, മാലിന്യ സംസ്കരണ രംഗത്തുമടക്കം മികച്ച പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്. ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പമുള്ളത് ശ്രീമതി കലാപ്രിയ സുരേഷാണ്. നമസ്കാരം ശ്രീമതി കലാപ്രിയ. നമസ്കാരം. സൂചിപ്പിച്ചതുപോലെ തന്നെ കൃഷിക്ക് കർഷകർക്കായി ഏറെ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്നത്, അല്ലേ? അതെ, കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒട്ടേറെ പദ്ധതികൾ നമ്മൾ വിഭാവനം ചെയ്യുന്നുണ്ട്. കൃഷിക്ക് വളം വിതരണം, അതുപോലെ തരിശുരഹിത ഗ്രാമം, അങ്ങനെയുള്ള പദ്ധതികൾ, അതുപോലെ കർഷകർക്ക് പമ്പ് സെറ്റ്, അതുപോലെ തന്നെ സൗരവേലി, വന്യജീവി ആക്രമണം തടയുന്നതിന് വേണ്ടി സൗരവേലി, ഇങ്ങനെയുള്ള പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി വരുന്നു. കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയുള്ള പദ്ധതികളാണ് നമ്മൾ കൂടുതൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. നെൽകൃഷിയുണ്ട്, വാഴയുണ്ട്, അതുപോലെ തന്നെ സീസൺ ആവുമ്പോൾ നമുക്ക് പച്ചക്കറികളുണ്ട്. പച്ചക്കറി ഒരു 2 പൂവ് കൃഷി കഴിഞ്ഞാൽ പാടത്ത് കൃഷി ചെയ്യുന്ന ഒരുപാട് കർഷകരുണ്ട്. നല്ല രീതിയിൽ തന്നെ കാർഷിക വിളകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് തോട്ടം മേഖലയാണ്. അങ്ങനെയുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. വന്യജീവി ആക്രമണം നേരിടുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. തീർച്ചയായും കൃഷിയെ പരിപോഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് വന്യമൃഗശല്യം തന്നെയാണ് പഞ്ചായത്തിനെ ഗുരുതരമായി ബാധിക്കുന്നത്. ഈ കാട്ടാനയും പന്നിയും അടക്കമുള്ള ശല്യം വലിയ രീതിയിൽ പഞ്ചായത്തിനെ ഗുരുതരമായി തന്നെ ബാധിക്കുന്നുണ്ട്, അല്ലേ? അതെ അതെ, നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോ പകുതി ഭാഗം നമ്മൾക്ക് വനമേഖലയാണ്. ആ ഭാഗത്തുള്ള ഒട്ടേറെ പേർക്ക് കർഷകരാണെങ്കിൽ കൂടി അവർക്ക് കൃഷി ചെയ്തിട്ട് അതിൽ നിന്നൊരു വരുമാനം കിട്ടാത്ത ഒരു അവസ്ഥയാണ്. എന്നുവെച്ചാൽ കൃഷി ആന മാത്രമല്ല, എല്ലാ മൃഗങ്ങളും ഉണ്ട് അവിടെ. മയിലായിട്ടും അതുപോലെ തന്നെ കാട്ടുപന്നിയായിട്ടും അതുപോലെ മലയണ്ണാൻ, അങ്ങനെ ഒട്ടേറെ മൃഗങ്ങളുടെ ഉപദ്രവമുണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ രൂക്ഷമായിരിക്കുന്നത് കാട്ടാന ശല്യം തന്നെയാണ്. അതിന് നമ്മൾ ഒരുപാട് പദ്ധതികൾ വിഭാവനം ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് വനം വകുപ്പിന്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ സഹായം, സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് അതുമായി മുന്നോട്ട് പോകാൻ സാധിക്കുക. അതുപോലെ സോളാർ ഫെൻസിങ് പോലെയുള്ള ഒട്ടേറെ പദ്ധതികൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായും ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലേക്ക് ഇത്തരത്തിൽ വന്യജീവി ശല്യം വലിയ രീതിയിൽ ഈ ഒരു പ്രദേശത്തുണ്ട് എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ തൃശ്ശൂരിലെ മലയോര മേഖലയായ പ്രദേശത്ത് കൂടുതലും പിന്നാക്ക ജനവിഭാഗങ്ങളാണുള്ളത്. ഇവരെ സമൂഹത്തിൽ മുന്നോക്കം കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പഞ്ചായത്തിൽ ഏകോപിപ്പിക്കുന്നത്? നമ്മുടെ പഞ്ചായത്തില് 8ഓളം ട്രൈബൽ നഗറുകളാണുള്ളത്. അവരുടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അവരുടെ വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒട്ടേറെ പദ്ധതികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അവർക്ക് ആവശ്യമായ രേഖകൾ, ആധാർ മുതൽ അവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ ഓരോ ഡിപ്പാർട്ട്മെന്റുമായി ടൈഅപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ABCD പ്രോഗ്രാം എന്ന പദ്ധതിയിലൂടെ അവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള നല്ല നല്ല പദ്ധതികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അതോടൊപ്പം തന്നെ ഇവരുടെ വിദ്യാഭ്യാസ മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ എത്രത്തോളമാണ് നടപ്പിലാക്കുന്നത്?
വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ അവർക്ക് അവരുടെ കുട്ടികൾക്ക് നമ്മൾ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പഠനോപകരണങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ലാപ്ടോപ്പ്, അതുപോലെ അവർക്ക് ബ്രിഡ്ജ് കോഴ്സ് എന്ന പറഞ്ഞൊരു കോഴ്സ് കുടുംബശ്രീ മുഖാന്തരം നടത്തുന്നുണ്ട്. അവർക്ക് ട്യൂഷൻ കൊടുത്തുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ ആക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ കുടുംബശ്രീ മുഖാന്തരം ടൈപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. അതിനൊക്കെ പഞ്ചായത്തിന്റെ കീഴിൽ നല്ല സപ്പോർട്ട് നമ്മൾ നൽകുന്നുണ്ട്. നമ്മുടെ ട്രൈബൽ മേഖലയിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒട്ടേറെ പദ്ധതികളും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർക്ക് മരുന്നുകള്, അതുപോലെ അവർക്ക് പോഷകാഹാരങ്ങള് എല്ലാം കൊടുക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. തീർച്ചയായും. ഒപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിലും വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സ്കൂളുകളും അംഗനവാടികളും കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? പ്രത്യേകിച്ച് ഈ അംഗനവാടികൾക്കെല്ലാം തന്നെ ഉപകരണങ്ങളെല്ലാം തന്നെ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ സജീവമായി നടക്കുന്നുണ്ടല്ലോ. അംഗനവാടികളിൽ നമ്മള് 44 അംഗനവാടികളാണ് നമുക്കുള്ളത്. എല്ലാ അംഗനവാടികളിലെ നമ്മൾ അവർക്ക് പഠനോപകരണങ്ങൾ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാലിന്യമുക്തവുമായി മുന്നോട്ട് പോയിക്കൊണ്ട് നമ്മള് ബയോബിന്നുകൾ അവർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ കളി ഉപകരണങ്ങള്, അതുപോലെ നെറ്റ് സീറോ കാർബണിന്റെ ഭാഗമായിട്ട് അവർക്ക് പാത്രങ്ങള്, അതുപോലെ നമ്മുടെ ഇങ്ങനെയുള്ള ഒട്ടേറെ മിക്സി, ഫാൻ, അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പദ്ധതിയിൽ ഉൾപ്പെടുത്തി തന്നെ നമ്മൾ അവർക്ക് മിക്സി ഉപകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങളെ കൂടിയ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്. അതോടൊപ്പം തന്നെ ഈ വനിതകൾക്ക് കൂടുതലായിട്ടും പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളും പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നുണ്ട് എന്നറിയുന്നു. ഈ ഫിറ്റ്നസ് സെന്ററുകളടക്കം, അതോടൊപ്പം തന്നെ വനിതകൾക്കായി കലോത്സവം, ഈ സ്വയം പരിശീലന പരിപാടികൾ, പദ്ധതികളെല്ലാം തന്നെ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നുണ്ടല്ലേ? ഉണ്ട്. നമ്മള് വനിതകൾക്ക് വേണ്ടി വനിതാ ജിമ്മ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വെച്ചുകൊണ്ട് നമ്മൾ പഞ്ചായത്തും കൂടി സഹകരിച്ചുകൊണ്ട് നമ്മൾ വനിതാ ജിമ്മ്, സ്ത്രീകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, സ്ത്രീകളുടെ നല്ല രീതിയിലാവുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, വനിതാ ജിമ്മ് പോലെയുള്ള പദ്ധതികൾ നമ്മൾ ചെയ്തു വരുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സെൽഫ് ഡിഫെൻസിന്റെ ക്ലാസ്, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മൾ ജ്വാല എന്ന് പേരിട്ടുകൊണ്ട് അവരുടെ കഴിവുകള് നമ്മൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി ഒരു ദിവസം നമ്മൾ ജ്വാല 2025 എന്ന പദ്ധതിയിലൂടെ അവരുടെ ഒരു കലോത്സവം തന്നെ വെച്ചു. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി പ്രത്യേക ഗ്രാമസഭകൾ കൂടി നമ്മൾ അവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായും. ഈ കുടുംബശ്രീകളെല്ലാം തന്നെ, കുടുംബശ്രീകളുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് പഞ്ചായത്ത് കൊണ്ടുപോകുന്നത്? ഒപ്പം തന്നെ ഇവർക്കായിട്ടുള്ള പ്രത്യേക സംരംഭങ്ങളെല്ലാം തന്നെ തുടങ്ങാൻ പഞ്ചായത്തിനായിട്ടുണ്ട്. കുടുംബശ്രീയുടെ നേതൃത്വത്തില് നല്ല രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് നടക്കുന്നത്. ഏറ്റവും കൂടുതൽ കുടുംബശ്രീ സംരംഭങ്ങളുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ലോണും ലിങ്കേജ് വായ്പകളൊക്കെ കൊടുക്കുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ വരന്തരപ്പള്ളി പഞ്ചായത്ത്. തീർച്ചയായിട്ടും നമ്മുടെ കുടുംബശ്രീ നല്ല മുഖ്യധാരയിലേക്ക് വരണം, സ്ത്രീകൾ മുഖ്യധാരയിലേക്ക് വരുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും. സ്ത്രീകളെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. സ്ത്രീ ശാക്തീകരണം, കുടുംബശ്രീയുടെ അടക്കം പ്രവർത്തനങ്ങൾ അത്തരത്തിലാണ് നമുക്ക് വിലയിരുത്താനാവുക. കൂടുതൽ തൊഴിൽ സംരംഭങ്ങൾ അടക്കം തന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ഈ വയോജനങ്ങൾക്കായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ, പദ്ധതികൾ ഏത് രീതിയിലാണ് പഞ്ചായത്തിൽ ആവിഷ്കരിക്കുന്നത്? വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തില് വയോജന ക്ഷേമ പ്രവർത്തനങ്ങളുമായി നമ്മള് വയോജനങ്ങൾക്ക് ആയുർവേദ മരുന്നുകൾ, അതുപോലെ തന്നെ കട്ടില്, അവരെ നമ്മള് ഉല്ലാസയാത്രയ്ക്കൊക്കെ കൊണ്ടുപോയി ചിമ്മിനി ഡാം സന്ദർശിക്കുകയും അവരുടെ ഉല്ലാസത്തിന് വേണ്ടി അവർക്ക് ഒരു ദിവസം അവർക്ക് നൽകിക്കൊണ്ട് നമ്മള് അവരുടെ കഴിവുകളും പാട്ടും
അതുപോലെ തന്നെ അവര് ഉല്ലസിക്കുന്നതിന് വേണ്ടി അവർക്ക് ഉല്ലാസയാത്ര കൊണ്ടുപോയി. ഏഹ് അതുപോലെ ഒട്ടേറെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന നമ്മുടെ വയോജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല പദ്ധതികൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വർഷം നമ്മള് വയോജനങ്ങൾക്ക് സ്വയം തൊഴിൽ പരിശീലനം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ തണൽ നല്ല രീതിയിൽ പുതുക്കി പണിതുകൊണ്ട് അവർക്ക് ലൈബ്രറി, അതുപോലെ തന്നെ TV അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മളവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവർക്ക് കുറച്ചു നേരമെങ്കിലും അവർക്ക് വന്ന് വിശ്രമിക്കാനും അതുപോലെ തന്നെ അവർക്ക് വായിക്കാനും അവർക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒത്തുകൂടി ഒരു സ്ഥലത്തിരുന്ന് അവരുടെ സന്തോഷവും സങ്കടവും ഒക്കെ പങ്കുവെക്കാനായിട്ട് തണൽ കെട്ടിടം നല്ല രീതിയിൽ തന്നെ ഇപ്പോ പണി പൂർത്തീകരിച്ച് നല്ല രീതിയിൽ അവർക്ക് തുറന്നു കൊടുക്കാനായിട്ട് ഉള്ള ശ്രമത്തിലാണ്. പണിയൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും വയോജന സൗഹൃദ പഞ്ചായത്ത് എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് പഞ്ചായത്തിൽ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നത്? ഇവർക്കായിട്ടുള്ള ബഡ് സ്കൂളുകൾ അവയുടെ എല്ലാം ക്രമീകരണങ്ങൾ എത്തരത്തിലാണ്? ബഡ്സ് സ്കൂൾ നമ്മുടെ പഞ്ചായത്തിൽ ഇല്ല. എങ്കിൽ കൂടി ഭിന്നശേഷിക്കാരായ കുട്ടികളെ നമ്മൾ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി സ്കോളർഷിപ്പ് പോലെയുള്ള പദ്ധതികൾ എല്ലാ വർഷവും നടത്താറുണ്ട്. അതുപോലെ തന്നെ ഈ ഭിന്നശേഷി കലോത്സവം നമ്മള് ICDSന്റെ സഹായത്തോടു കൂടി വരന്തരപ്പള്ളി പഞ്ചായത്തിലും അവരുടെ ഭിന്നശേഷി കലോത്സവം അവർക്ക് ഒരു ദിവസം അവിടെ അവർക്ക് പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടി നമ്മൾ അവർക്ക് കലോത്സവം നടത്താറുണ്ട്. അവരുടെ കഴിവുകള് നമ്മള് എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് അവർക്ക് സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് നമുക്കൊരു ദിവസം അവർക്ക് വേണ്ടി മാറ്റിവെക്കാനായിട്ട് നമ്മൾ പ്രൊജക്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വർഷം നമ്മൾ പുതിയതായി ഒരു പ്രൊജക്ട് വെച്ചിട്ടുണ്ട്. ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാർക്ക് അവർക്ക് വേറെ ഒരു സന്തോഷം എന്ന് പറയാനായിട്ട് ഇല്ലല്ലോ. ഈ മക്കൾ മാത്രമാണ് അവരുടെ ഒരു ലോകം. അപ്പൊ അവർക്കും അവരുടെ മക്കൾക്കും നൈപുണ്യ വികസനത്തിലൂടെ നമ്മുടെ സ്വയം തൊഴിൽ പരിശീലനത്തിലൂടെ അവർക്ക് ഒരു വരുമാന മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി ഈ വർഷം നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ നടപ്പിലാക്കാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു. തീർച്ചയായും. അതോടൊപ്പം തന്നെ ഈ ബാലസഭകളെല്ലാം തന്നെ കൂടാൻ പ്രത്യേകം ഈ ഒരു പഞ്ചായത്ത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അത്തരത്തിലുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ നമ്മൾ കാണുന്നുണ്ട്. ബാലസൗഹൃദ പഞ്ചായത്ത് എന്നൊരു കൺസെപ്റ്റ് നമ്മുടെ ഉള്ളിലുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ബാലബാലിക സഭ നടത്തുകയും കുട്ടികളുടെ ഗ്രാമസഭ നടത്തുകയും അവരുടെ ഒരു പ്രാതിനിധ്യം നമ്മുടെ പഞ്ചായത്ത് രാജ് എന്താണ്, പഞ്ചായത്ത് എന്താണ്, ഗ്രാമസഭ എന്താണെന്നൊക്കെ അറിയുന്നതിന് വേണ്ടി അവർക്കൊരു ദിവസം നമ്മൾ കൊടുത്തുകൊണ്ട് അവർക്ക് ഗ്രാമസഭയെ കുറിച്ചും അവരുടെ പഞ്ചായത്തിന്റെ ഗുണങ്ങളെ കുറിച്ചും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി അവർക്കൊരു ദിവസം നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാലസൗഹൃദ പഞ്ചായത്ത് എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷാണ് നമ്മളോടൊപ്പം തുടരുന്നത്. ശ്രീമതി കലാപ്രിയ, നമ്മൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ടൂറിസത്തിനും അനന്തമായിട്ടുള്ളൊരു സാധ്യതയുള്ളൊരു പഞ്ചായത്ത് കൂടിയാണ് വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. തൃശ്ശൂർ ജില്ലയിൽ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്താൻ സാധ്യതയുള്ള ചിമ്മിനി ഡാം അടക്കം തന്നെ അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പഞ്ചായത്തിന്റെ ഈ പരിധിയിലാണ് വരുന്നത്. ഇത്തരത്തിൽ ടൂറിസവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എത്തരത്തിലാണ് പഞ്ചായത്ത് ആവിഷ്കരിക്കുന്നത്? വരന്തരപ്പള്ളിയില് ചിമ്മിനി ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ MLA നേതൃത്വത്തില് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ടൂറിസം ചലഞ്ചുമായി ബന്ധപ്പെട്ട് നമുക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോ ചിമ്മിനിയിൽ നല്ല ടൂറിസത്തിന് നല്ല പ്രാധാന്യമുള്ള ഒരു മേഖല തന്നെയാണ്. ഇപ്പോ അവിടെ നിലവിലുള്ളത് നമ്മുടെ കൊട്ടവഞ്ചി, സൈക്കിൾ സവാരി, ഊഞ്ഞാല് ഇങ്ങനെയുള്ള സംവിധാനങ്ങളാണ്. ട്രെക്കിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട്. അതുകൂടാതെ നമ്മൾ ടൂറിസം ചലഞ്ചിന്റെ ഭാഗമായിട്ട് നമ്മുടെ MLA നേതൃത്വത്തില് ഇപ്പോ നമ്മൾ നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. ബോട്ടിംഗ് സൗകര്യം, സോളാർ ബോട്ട്, അതുപോലെ ടോയ്ലറ്റ് ബ്ലോക്ക് വരുന്ന വിനോദത്തിന് വരുന്നവർക്ക് ഉല്ലസിക്കുന്നതിന് വേണ്ടി അവർക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടിയുള്ള വിശ്രമ കേന്ദ്രങ്ങള്, അതുപോലെ തന്നെ പാർക്ക്, ഇതൊക്കെ നമ്മൾ
നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് പണി പൂർത്തീകരിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം. എന്തായാലും ടൂറിസത്തിന് ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ചിമ്മിനി ടൂറിസം എന്നൊരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ചിമ്മിനി എക്കോ ടൂറിസം അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഇനി എത്താൻ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ഈ ഒരു ചിമ്മിനി ഡാമുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിരവധിയായിട്ടുള്ള തൊഴിൽ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മത്സ്യത്തൊഴിലാളികൾ അടക്കം തന്നെ ഈ ഒരു കേന്ദ്രത്തെ വലിയ രീതിയിലാണ് നോക്കിക്കാണുന്നുണ്ടാവുക, അല്ലേ? മത്സ്യത്തൊഴിലാളികളുണ്ട് എങ്കിൽ കൂടെ നമുക്ക് ചിമ്മിനി ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ളവർക്ക് ഈ ചിമ്മിനി ടൂറിസം വരുന്നതോട് കൂടി നല്ല തൊഴിൽ സാധ്യതയുണ്ട്. നമുക്ക് അവിടെ ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള നല്ല സംവിധാനങ്ങൾ വരികയാണെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് സാമ്പത്തികമായി നമ്മുടെ തോട്ടം മേഖലയിൽ ജീവിക്കുന്നവരും അതുപോലെ തന്നെ പട്ടികവർഗ വിഭാഗക്കാരുമാണ് അവിടെ കൂടുതലായിട്ടുള്ളത്. അവർക്കൊക്കെ ഒരു വരുമാന മാർഗം ആകും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ മാലിന്യ സംസ്കരണ രംഗത്തെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചൊരു പഞ്ചായത്ത് കൂടിയാണ് വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ മാലിന്യ സംസ്കരണ രംഗത്തെ ഏത് രീതിയിലാണ് ഈ വിലയിരുത്താനാവുക? മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ 22 വാർഡുകളാണ് വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ഉള്ളത്. 22 വാർഡില് കൂടി നമുക്ക് 45 ഹരിതകർമ്മ സേനാംഗങ്ങൾ വാതിൽപ്പടി ശേഖരണവുമായി പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു MCF-ഉം 6 മിനി MCF ഉണ്ട്. എല്ലാ വാർഡുകളിലും മിനി MCF ചെയ്യാനുള്ള നീക്കവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ എല്ലാ പൊതു ഇടങ്ങളിലും ബോട്ടിൽ ബൂത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബിന്നുകൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദിശാ ബോർഡുകൾ, നമ്മൾ മാലിന്യം വലിച്ചെറിയരുത് എന്നുള്ള ദിശാ ബോർഡ് നമ്മൾ എല്ലാ പൊതു ഇടങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്കൂളുകൾക്ക് ബയോബിന്ന്, അതുപോലെ തന്നെ ബോട്ടിൽ ബൂത്ത്, പെൻ ബൂത്ത് എങ്ങനെയുള്ളവ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ 44 അംഗനവാടിയാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത്. അംഗനവാടികൾക്കും നമ്മൾ ഈ ബയോബിന്ന് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും മാലിന്യ സംസ്കരണ രംഗത്ത് മികച്ച പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഒപ്പം തന്നെ ഈ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനത്തെ എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താനാവുക? ഹരിതകർമ്മ സേനാംഗങ്ങള് ആദ്യത്തെ 15 ദിവസം അവര് ഫീൽഡ് കളക്ഷനും അതിനുശേഷം അവര് സെഗ്രിഗേറ്റ് ചെയ്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങള് നമ്മള് ക്ലീൻ കേരള കമ്പനിക്കും അതുപോലെ തന്നെ ഗ്രീൻ ബോംബ്സ് എന്ന കമ്പനിക്കും കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത്. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഈ തുടക്കത്തിൽ ഒരു മോശം ചെറിയ തോതിലുള്ള ഒരു വരുമാനമായിരുന്നു എങ്കിൽ കൂടി ഇപ്പോ അവരുടെ വരുമാന മാർഗം ഒരു 12,000 മീതെ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയൊരു സന്തോഷമാണ്. 45 പേർക്ക് നമുക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റി, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ പറ്റി എന്നുള്ള ഒരു സന്തോഷമുണ്ട്. മാലിന്യമുക്ത നവകേരളവുമായി മുന്നോട്ട് പോയി നമ്മൾ പൊതു ഇടങ്ങൾ വൃത്തിയാക്കുന്ന ജോലിയുമായി മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ പൊതു ഇടങ്ങൾ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കൂടി ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നമ്മൾ പൊതു ഇടങ്ങൾ വൃത്തിയാക്കുന്ന പരിപാടികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായും. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് പല പഞ്ചായത്തുകളും പ്രധാനമായും നേരിടുന്ന ഒരു പ്രവർത്തനത്തിൽ ഒന്ന് തന്നെയാണ് ഈ പൊതു ക്രിമിറ്റോറിയം എന്നുള്ള ഒരു പ്രശ്നം. അതിൽ നിന്നും വ്യത്യസ്തമായി മൊബൈൽ ക്രിമിറ്റോറിയം കൊണ്ടുവരാൻ പഞ്ചായത്തിനായി എന്നുള്ളതാണ്. മൊബൈൽ ക്രിമിറ്റോറിയം എന്ന ആശയം നമുക്ക് വന്നത്, നമുക്ക് ഒരു 25 സെന്റ് സ്ഥലമുണ്ട്. അവിടെ നമ്മൾ ക്രിമിറ്റോറിയം പണിയാനായിട്ട് ഫണ്ട് വെച്ചിരുന്നു. അവിടെയുള്ള നാട്ടുകാർ നമ്മൾക്ക് അതിന് ചെയ്യാനായിട്ട് തടസ്സം നിന്നപ്പോ ഒരു ആശയം നമുക്ക് പൊതുവായി ഒരു ആശയം വന്നതാണ് മൊബൈൽ ക്രിമിറ്റോറിയം എന്നത്. അത് നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിച്ചു. അത് ജനങ്ങൾക്ക് നല്ല സ്വീകാര്യതയാണ്. ഇപ്പോ നമ്മുടെ പഞ്ചായത്തിലാണ് ആദ്യമായിട്ട്, തൃശ്ശൂർ ജില്ലയിൽ തന്നെയല്ല സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് നമ്മുടെ വരന്തരപ്പള്ളി പഞ്ചായത്തില് ഇങ്ങനെ മൊബൈൽ ക്രിമിറ്റോറിയം എന്നൊരു ആശയം നമ്മൾ കൊണ്ടുവന്നത്. അത് നമുക്ക് ഈ പഞ്ചായത്തിൽ മാത്രമല്ല തൊട്ടടുത്ത പഞ്ചായത്തിലും
എല്ലാ പഞ്ചായത്തിൽ നിന്നും ഇപ്പൊ നമ്മുടെ ക്രിമിറ്റോറിയം കാണുന്നതിന് വേണ്ടി അവര് പദ്ധതി വെക്കുന്നതിന് വേണ്ടി ഇത് സന്ദർശിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് നല്ലൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആദ്യമായിട്ടൊരു പുതുതായി ഒരു പദ്ധതി നടപ്പിലാക്കിയതിന്റെ സന്തോഷമുണ്ട്. തീർച്ചയായും അഭിമാനകരമായ നിമിഷത്തിലാണ് വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഉള്ളത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ പഞ്ചായത്തിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളെ കുറിച്ചാണ്. ലൈഫ് ഭവന പദ്ധതി പ്രകാരം എത്രത്തോളം ആളുകൾക്ക് വീടുകൾ എത്തിച്ചു നൽകാൻ പഞ്ചായത്തിനായിട്ടുണ്ട്? ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് 400ഓളം കുടുംബങ്ങൾക്ക് നമുക്ക് പുതിയൊരു കിടപ്പാടം നിർമ്മിച്ചു നൽകുന്നതിനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ PMAY പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ ആളുകൾക്ക് വീടുകൾ കൊടുത്തിട്ടുണ്ട്. ഈ 400 വീട് എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു നമ്പർ തന്നെയാണ്. അപ്പൊ നമുക്ക് അഭിമാനമുണ്ട്, നമ്മുടെ പഞ്ചായത്തിലെ 400 കുടുംബങ്ങൾക്ക് തലച്ചായ്ക്കാൻ ഒരു ഇടം കൊടുക്കാന്ന് പറഞ്ഞാൽ അത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ നല്ലൊരു സന്തോഷത്തിൽ തന്നെയാണ് വരന്തരപ്പള്ളി പഞ്ചായത്ത്. തുടർന്ന് മൊത്തം പദ്ധതികളെല്ലാം തന്നെ ആവിഷ്കരിക്കാൻ പഞ്ചായത്തിനാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ ഈ കുടിവെള്ളം ജനങ്ങൾ പ്രധാനമായും നേരിടുന്ന, സംസ്ഥാനം ഒന്നൊട്ടാകെ നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് കുടിവെള്ളക്ഷാമം എന്നുള്ളത്. ഇത്തരത്തിൽ ഈ കുടിവെള്ളക്ഷാമം പഞ്ചായത്തിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? ഈ പൊതുജലാശയ സംരക്ഷണങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? കുടിവെള്ളക്ഷാമം നേരിടുന്ന ഒരു പ്രദേശം തന്നെയാണ് വരന്തരപ്പള്ളി. അതിനുവേണ്ടി നമ്മള് കുടിവെള്ള പദ്ധതികൾ, നമ്മുടെ തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ എന്നൊരു പദ്ധതി നമ്മുടെ പഞ്ചായത്തിലാണ് ഉള്ളത്. അതിന്റെ നിർമ്മാണവുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ പൊതുജലാശയങ്ങള് നമ്മൾ ഇപ്പോ കുളങ്ങളൊക്കെ നവീകരിച്ച് നല്ല രീതിയിൽ കുളങ്ങൾ കെട്ടി സംരക്ഷിക്കുന്ന പദ്ധതിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. കുടിവെള്ളത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ നമ്മള് ബോർവെല്ല് അടിച്ച് നമ്മൾ കുടിവെള്ള ടാങ്ക് ിലൂടെ നമ്മൾ വെള്ളം കൊടുക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട്. ആ പരിപാടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവാണ്. തീർച്ചയായും നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്. ഇത്തരത്തിൽ വിജയകരമായ ഓരോരോ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും എല്ലാം തന്നെ ആവിഷ്കരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളി പഞ്ചായത്ത് നേരിടുന്നുണ്ടോ? വെല്ലുവിളികൾ ഉണ്ടാവാറുണ്ട്. എങ്കിൽ കൂടി നമ്മുടെ ഭരണസമിതി നമ്മളുടെ ഒപ്പം നിൽക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ കാര്യത്തിനും നമ്മുടെ സമിതി ആയിക്കോട്ടെ, നമ്മുടെ ഉദ്യോഗസ്ഥരായിക്കോട്ടെ, നമ്മളോട് ഒറ്റക്കെട്ടായി നിന്ന് നമുക്ക് തനിച്ചൊന്നും നേടാനാവില്ല എന്നുള്ളൊരു ഇതുണ്ട്. നമ്മുടെ ഭരണസമിതിയുടെ പിന്തുണയും അതുപോലെ തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥരുടെ പിന്തുണയും നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ വികസനത്തിന് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി നമ്മളോടൊപ്പം നമ്മുടെ സഹപ്രവർത്തകരായ മെമ്പർമാര്, അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാര്, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ നമ്മുടെ ഉദ്യോഗസ്ഥര്, സെക്രട്ടറി, AE, അങ്ങനെ എല്ലാവരും എടുത്തു പറയേണ്ടതില്ല. എല്ലാവരും നമ്മളോടൊപ്പം സഹകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു. നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ സഹകരണം തന്നെയാണ്. അതേമായി നമ്മള് ഒരു മുഷ്ചലിന്റെ ആവശ്യം നമുക്ക് ഇന്നേവരെ ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ഭാവിയിലേക്ക് എന്തൊക്കെ പദ്ധതികളാണ് ഇനി ആവിഷ്കരിക്കാനുള്ളത്? ഭാവിയിൽ നമുക്ക് കുടിവെള്ളം, അതുപോലെ തന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ വന്യജീവി ആക്രമണം നേരിടുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ രൂക്ഷമായി കാട്ടാന ശല്യം, അതുപോലെ പുലി ഉൾപ്പെടെ എല്ലാ മൃഗങ്ങളുടെയും ശല്യമുണ്ട്. അതിനൊരു പരിധി വരെ തടയിടാൻ ശ്രമിക്കുന്നുണ്ട്. അത് നടപ്പിലാക്കാൻ പറ്റും തന്നെയാണ് നമ്മുടെ വിശ്വാസം. അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു ആശയം വെച്ചിട്ടുള്ളതാണ് നമ്മള് ഈസി കിച്ചൺ എന്നൊരു പദ്ധതി. നമ്മുടെ വീട്ടില് സാധാരണ അടുക്കളയുള്ള ആൾക്കാരെ അടുക്കള നവീകരിച്ചുകൊണ്ട് ഒരു പുതിയൊരു പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ കൂടുതൽ സ്വീകാര്യത ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും തൃശൂർ ജില്ലയിലെ വരന്തരപ്പള്ളി പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോടൊപ്പം പങ്കുവച്ചത്. ഭാവി പ്രവർത്തനങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീമതി കലാപ്രിയ സുരേഷ്. ഓക്കെ, താങ്ക് യു. ഇന്ത്യ പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.